നമസ്കാരം. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നെവിസ് മാൾ മൊണാലിയിൽ പോയി മഞ്ഞ് വാരി എറിഞ്ഞ് കളിച്ചതിനെ പറ്റി. അതിനെക്കുറിച്ച് ഒരു മതപണ്ഡിതന്റെ വ്യാഖ്യാനം ഞാൻ വീഡിയോ ആക്കിയിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അദ്ദേഹം ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പല മതപണ്ഡിതന്മാരും വന്നു സംസാരിച്ചു. എന്നാൽ പൊതുജനങ്ങളൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആരും സപ്പോർട്ട് ചെയ്തില്ല. സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർക്ക് എവിടെയും പോകാം, കാണാം, എന്തും ചെയ്യാം. അതനുസരിച്ച് അവർ പോകുന്നു വരുന്നു. ഇതിൽ ഇസ്ലാമിൽ നിയമം ഉണ്ടെന്ന് കരുതി ആർക്കും എങ്ങോട്ടും പോയിക്കൂടായികയില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇത് ആധുനിക കാലമാണ്. ഈ കാലത്ത് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ജാതിയും മതവും നോക്കിയിട്ടല്ല സംഭവിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഏത് മതത്തിലുള്ള സ്ത്രീകൾക്കും സംഭവിക്കാം. ഇനി ഇസ്ലാം മതത്തിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങരുത്, ഇനി വിവാഹത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഭർത്താവില്ലാതെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ വിവാഹത്തിന് ശേഷം ഭർത്താവ് മരിച്ചുപോയാൽ ആരും പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ സത്യമാണോ? നമ്മുടെ ഈ ഉസ്താദ് പറഞ്ഞതിനെ ചൊല്ലി കാന്തപുരം ഉസ്താദ് അതിന് ചില വിശദീകരണങ്ങളുമായി ആ അലിയാർ വഖാഫിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. കാന്തപുരം ഉസ്താദ് പറയുന്നത് സ്ത്രീകൾ എങ്ങും പോകാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് എന്നാണ് പറയുന്നത്. ആ നിയമം അനുസരിച്ച് സ്ത്രീകൾ വീട്ടിലിരിക്കാൻ പറ്റുമോ? ഭർത്താവില്ലാതെ സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് കാന്തപുരം ഉസ്താദ് പറയുന്നത്. ഭർത്താവോ സഹോദരനോ കൂടെ വേണം എന്ന് ഇസ്ലാം നിയമത്തിൽ പറയുന്നുണ്ട്. ഉസ്താദ്, കഴിഞ്ഞ ദിവസം നബി സുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഒരു സഖാഫി ഇബ്രാഹിം സഖാഫി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഭർത്താവ് മരിച്ച് 25 വർഷം കഴിഞ്ഞിട്ട് അവർ യാത്ര പോയതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് യാത്ര പോകുന്നതിന് മതം എന്തെങ്കിലും തടസ്സം പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സ്ത്രീക്കെതിരെ അങ്ങനെ യാത്ര പോകേണ്ട കാര്യമുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭർത്താവ് മരിച്ച ആളായാലും ആരായാലും യാത്രകളൊക്കെ പോകുന്നതിന് എന്തെങ്കിലും മതം തടസ്സമായി നിൽക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയുകയുമില്ല. പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പൊ ഹജ്ജിന്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീ യാത്ര പോകേണ്ടതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് സ്ത്രീകളിൽ പലരും പല ജോലിക്കും പോകുന്നവരാണ്. ഇനിയിപ്പോ ഒരു സ്ത്രീ പൈലറ്റ് ആയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വിമാനം പറത്താൻ പോകുമ്പോൾ ഭർത്താവ് കോ പൈലറ്റ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഇവരുടെ ഈ മതപണ്ഡിതന്മാരുടെ വ്യാഖ്യാനം കൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ലെങ്കിൽ സ്ത്രീ ഒരു ഓഫീസിൽ ജോലിക്ക് പോകുന്നു, ഡോക്ടറാണെന്ന് കരുതിക്കോളൂ. ഇനി ഡോക്ടറിന്റെ കൂടെ ഭർത്താവും പോയിരുന്ന് എന്താ പറയുക, രോഗികളെ ചികിത്സിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് പോയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്താണ് ഭാര്യ കുട്ടിക്കും മുല കൊടുക്കാൻ പോയപ്പോൾ ഭർത്താവ് ആയ ഡോക്ടർ കയറിയിരുന്ന് രോഗികൾക്ക് ചികിത്സ നൽകി. അത് വേറെ വിഷയം, ആ വിഷയത്തിലേക്ക് പോകണ്ട. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇസ്ലാം നിയമം അനുസരിച്ച് ഭർത്താവ് മാത്രമേ സ്ത്രീകളെ എവിടെയും കൊണ്ടുപോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഈ പൈലറ്റായ ഈ സ്ത്രീ എന്ത് ചെയ്യും? ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ പഴയ പഴഞ്ചൻ സ്വഭാവങ്ങളും നിയമങ്ങളൊക്കെയാണ്. അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. ലോകം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനും കൂടെ പോകുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ മതങ്ങളും കൂടെ വരണം. അതാണ് വേണ്ടത്. മതപണ്ഡിതന്മാർ പറയുന്നതെല്ലാം തന്നെ നമുക്ക് അനുസരിച്ചുകൊണ്ട് ഒരു വിധവയായ സ്ത്രീ മൂലയിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? അവരുടെ മക്കളത് സമ്മതിക്കുമോ?
ഇനിയിപ്പം ആൺമക്കളില്ലാത്ത ഒരു ഉമ്മയ്ക്കും ഒരു ഭർത്താവില്ലാത്ത ഒരു ഉമ്മയ്ക്കും എങ്ങും പോകണ്ടേ? എവിടെയും പോകണ്ടേ? അവരുടെ കുട്ടികളെ വളർത്തണ്ടേ? അവരുടെ കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേരണ്ടേ? ആ ഉമ്മ അതാണ് ചെയ്തത്. അവരുടെ കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അവർ മണാലിയിലേക്ക് പോയി. അവർ മഞ്ഞിൽ ആഹ്ലാദം കൊണ്ടു. അവരുടെ മക്കളുടെ സന്തോഷത്തിൽ അവരും ആഹ്ലാദിച്ചു. അതാണ് ചെയ്തത്. അതിന് ഈ മതപണ്ഡിതന്മാരെല്ലാരും കൂടി ചേർന്ന് അവരെ ഇത്രയേറെ ദ്രോഹിക്കേണ്ട ഒരു കാര്യവുമില്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ വേറൊരു വീഡിയോയും കൂടി ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അതിനും ധാരാളം ആളുകളുടെ കമന്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും മറുപടി കൊടുത്തു. നല്ല കമന്റുകൾ തന്നെയായിരുന്നു. വേറൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ ഒരു നമ്മുടെ നോമ്പൊക്കെ വരികയല്ലേ, അപ്പൊ അതിനെക്കുറിച്ച് ഒരു സക്കാത്ത് കൊടുക്കുന്ന ഒരു വിഷയമുണ്ട്. സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഇതുവരെ കൊടുത്തിരുന്നത് ഒരു പേഴ്സണലായിട്ടാണ് കൊടുത്തിരുന്നത്, മറ്റാരും അറിയാതെ. ഇപ്പോൾ അത് സമൂഹമായി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഈ കാന്തപുരം പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. കാന്തപുരം ഉസ്താദ് പറയുന്നത് ഈ സക്കാത്ത് എന്ന് പറയുന്നത് സ്വകാര്യമായി കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് ഇദ്ദേഹവും പറയുന്നത്. അതൊരു ജനകീയമാക്കണമെന്നില്ല. അത് അവരവർക്കുള്ളതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അത് സംഘടിതമായി ചെയ്താൽ അതിൽ പല ഭവിഷ്യത്തുകളുമുണ്ട്. അത് എന്താ പറയാ, അത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സംഭവിച്ച് സംഘടിതമായി സമാഹരിച്ച തുക കൊണ്ടുപോയി ബാങ്കിൽ പലിശയ്ക്ക് വേണ്ടി ഇടുകയും അത് പിറ്റേ വർഷം കൊടുക്കുകയും ഒക്കെ ഉണ്ടായി. അങ്ങനെ പലിശയിൽ അധിഷ്ഠിതമാകാൻ പാടില്ല ഇസ്ലാം നിയമം അനുസരിച്ച്. ഒരു വസ്തുത പോലും നമുക്ക് പലിശയല്ല കൊടുക്കേണ്ടത്. അത് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം നമ്മൾ നമ്മുടെ സഹോദരന്മാർക്ക് കൊടുത്ത് സാമ്പത്തികമായി എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്നത് മറ്റൊരു വ്യക്തി അറിയാനും പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ പേഴ്സണലായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വൃത്തി. ഇനിയല്ല 10 പേർ ചേർന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം, അതിനും കുഴപ്പമൊന്നുമില്ല. അതിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചില കൈയിട്ടുവാരലിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ചില സംഘടനകളെ ഏൽപ്പിച്ച് കൊടുത്താൽ അതിൽ നിന്ന് പലരും ഇപ്പോഴത്തെ സംഘടനയുടെ ഒരു നിലപാടൊക്കെ അനുസരിച്ച് പലരും അതിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരാനും അതെടുക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ എങ്ങനെയും പണം സമ്പാദിക്കണം എന്നുള്ള ഒരൊറ്റ വിചാരമല്ലേ ഉള്ളൂ. നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയായാലും അങ്ങനെയുള്ള പറ്റിപ്പിന്റെ കാലഘട്ടമല്ലേ. അപ്പോൾ ഇതിലും പറ്റിക്കപ്പെടാം എന്ന് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആരും പറ്റിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അതും ഈ കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട്. അതും നമുക്ക് കേട്ടു നോക്കാം. പിന്നെ ഈ ഉസ്താദിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടുമോ എന്ന്. മാധ്യമപ്രവർത്തകർ പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടും. അപ്പോൾ ഉസ്താദിന്റെ ഒരു ഉത്തരം ഇതായിരുന്നു, പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലേ അവിടെ. അങ്ങനെയാ, ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യത്തിക്ക് കൂടാനും കഴിയും. ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതേപോലെ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പോൾ കൂടെ ഒരാളൊരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ്. അതായത് ഈ നഫീസുമ്മ പോയത് അവരുടെ മകളുടെ കൂടെയാണ് പോയത്. അതൊന്നും എനിക്കറിയില്ല. ഇബ്രാഹിം പറഞ്ഞത് നഫീസുമ്മ, ഞാനതൊന്നും അറിയില്ല. ഞാൻ മറുപടി പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏത് ഇബ്രാഹിമാ പറഞ്ഞത്, ഏത് നഫീസുമ്മയാണ്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വിവരം തന്നെ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് സുന്നികൾക്ക് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് അലിയാർ ഖാസിമിയുടെ പ്രസ്താവന വന്നിരുന്നു. എന്താണ് അതിന്റെ ഒരു പ്രതികരണം? സംഘടിത സക്കാത്ത് വേണ്ടെന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതികരണം. സംഘടിത സക്കാത്ത്
ഉണ്ടാക്കിയ സ്ഥലത്ത് മുഴുവനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മതപരമായ അപകടം. കേരള നേതൃത്വം ഇതിൻ്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. സക്കാത്ത് വാങ്ങിയിട്ട് പലിശക്ക് വേണ്ടി ബാങ്കിലിട്ടു, അതിൽ ഇത്ര പലിശ കിട്ടിയെന്നും ഒരു കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നൊക്കെ അവരെ റിപ്പോർട്ട് ബുക്കിൽ കാണുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് ഒരു കൊല്ലം കൊടുക്കേണ്ടത് അടുത്ത കൊല്ലത്തേക്ക് ബാക്കി വെക്കാൻ പാടില്ല, പലിശക്ക് കൊടുക്കാൻ പാടില്ല, പലിശ വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതൊക്കെ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യം അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ വായിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് വ്യക്തികൾ തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് മതം നിർദ്ദേശിക്കുന്നു. വ്യക്തിക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല. അത് സംഘടിതമായിട്ടല്ല. സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നതൊക്കെ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും നേരത്തെ അറിയാം. സ്ത്രീകൾക്ക് തീരെ സ്വത്തവകാശമില്ലാത്ത പല മതങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും വ്യത്യാസമായി സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീകളെ ആ വിഷയത്തിൽ പുറകോട്ട് തള്ളുകയല്ല ചെയ്തിട്ടുള്ളത്, അവർക്ക് സ്ഥാനമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞത് അങ്ങനെ സ്ത്രീകളെ ഒറ്റയ്ക്ക് വിട്ടാൽ സ്ത്രീകൾക്ക് ചില സ്ഥലങ്ങളിൽ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. പല സ്ഥലങ്ങളിലും അവിടെ അവർ ഒറ്റയ്ക്കായി പോവും, അവർ തിക്കിലും തിരക്കിലും പെടും എന്നാണ് പറയുന്നത്. അതൊക്കെ ഇപ്പൊ സംഭവിക്കുന്ന കാര്യമാണോ? ഇപ്പൊ പല ടിക്കറ്റുകളും ഓൺലൈനിൽ കൂടെയൊക്കെയാണ് വിറ്റ് പോകുന്നത്. ടിക്കറ്റ് എടുക്കാൻ ക്യൂ ഒന്നും ആരും നിൽക്കാറില്ല. പിന്നെ അഥവാ ടിക്കറ്റ് കൗണ്ടറിൽ വല്ല സിനിമാ തിയേറ്ററിലൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേറെ ക്യൂ തന്നെയാണ്. സ്ത്രീകളുടെ ടിക്കറ്റ് കൗണ്ടറും വേറെയാണ്. ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ടിക്കറ്റ് ആണെങ്കിൽ അതിനും സ്ത്രീകൾക്ക് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേറെ ലൈനുണ്ട്, ആണുങ്ങളുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാം, പോയിക്കോട്ടെ, അവർ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നല്ല. ഇഷ്ടം അതിലൊക്കെ സ്ത്രീകളും അതിന് അനുസരിച്ച് ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ട നിയമങ്ങളുണ്ട്. അതനുസരിച്ച് ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുക, അതും സ്ത്രീകൾ ചെയ്യേണ്ടതാണ്. അവരുടെ കയറഴിച്ചു വിട്ടുവെന്നും പറഞ്ഞ് ഇങ്ങോട്ടും അങ്ങനെ പോകാൻ പാടില്ല. പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണും. അതിലേക്ക് നമ്മൾ ആരും കടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കാന്തപുര ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ ഇതാണ്. അപ്പോൾ ഈ ഉസ്താദിന്റെ വാക്കുകളും കൂടെ നമുക്ക് ഒന്ന് കേൾക്കണ്ടേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രസ്താവന നമ്മൾ ഇസ്ലാം നിയമം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ആധുനിക കാലത്തെ ജീവിതം നടക്കുമോ? ആധുനിക ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ ഈ 21-ാം നൂറ്റാണ്ടാണ്, അതായത് അവസാനിക്കാറായി. 6-ാം നൂറ്റാണ്ടിൽ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഖുർആനാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. അതിൽ ചില വിഭാഗക്കാർ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ചില വിഭാഗക്കാർ അംഗീകരിക്കുന്നില്ല, ചിലർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ മാറ്റം വരുത്തുന്നത് നമ്മുടെ ലോകത്തിന്റെ പോക്കനുസരിച്ച് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ, എങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലുള്ള ഈ ഒരു സ്ത്രീ ഒരു പൈലറ്റ് ആയാൽ ഭർത്താവും പൈലറ്റ് ആകേണ്ടിയിരിക്കുന്നു. ഇസ്ലാം നിയമം അനുസരിച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റില്ലല്ലോ, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നിയമങ്ങൾ യഥാസമയത്ത് യഥാകാലത്ത് മാറ്റേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണസംഹിത തന്നെ മാറ്റി BNS ആക്കി. മുമ്പ് ഉണ്ടായിരുന്നതല്ലല്ലോ ഇപ്പോൾ. അതുപോലെ പലതും മാറ്റേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷുകാർ വന്ന ഭരിച്ച സമയത്തുള്ള നിയമങ്ങളല്ല ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിലുള്ളത്. അത് പലതും മാറ്റുന്നു, പല സ്ഥലത്തിന്റെ പേരുകളും മാറ്റുന്നു.
അങ്ങനെയൊക്കെ ഉള്ള ഈ കാലത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കും കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. മതങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കരുത്. ഒരു ഒരു കടിഞ്ഞാൻ ആവശ്യമാണ്, പക്ഷെ അത് മാത്രമേ ആകാവൂ. നമുക്ക് അത് തന്നെയാണ് ഈ ഉസ്താദിന്റെയും വാക്കുകളിലൂടെ നമുക്ക് കേൾക്കേണ്ടത്.